അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, ഒരു ദിവസം ഞാനും എൻ്റെ ഉമ്മയും കൂടി ഒരു ക്ലാസ്സിന് പോയപ്പോൾ അവിടെ വെച്ച് ഉമ്മ പ്രായമുള്ള ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു. ആ ഉമ്മ സംസാരിച്ച് തുടങ്ങിയത് തൊട്ട് തൻ്റെ മരുമകളെപ്പറ്റി ഇങ്ങനെ നന്മ വാതോരാതെ പറയുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചത്, എന്തുകൊണ്ടാണ് ഈ ഉമ്മ ഇത്രയേറെ തൻ്റെ മരുമകളെ സ്നേഹിക്കുന്നത്? സംസാരത്തിനിടയ്ക്ക് അവർ പറഞ്ഞു, മരുമകൾ ടീച്ചറാണ്, അവൾക്ക് ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് സമ്മാനമായി എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരും. എനിക്ക് മാത്രമല്ല, എൻ്റെ മകളുടെ മക്കൾക്കും അവൾ വാങ്ങിക്കൊടുക്കും. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് 14 നൂറ്റാണ്ട് മുമ്പ് ലോകഗുരു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്കുകളാണ്. തഹാദൗ തഹാബു. നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറിക്കൊണ്ട് സ്നേഹിക്കും. തദ്ഹബു ഷഹന. അത് നിങ്ങളുടെ മനസ്സിലെ വിദ്വേഷവും പകയും ഒക്കെ ഇല്ലാതെയാക്കും. അവിടെ സ്നേഹം നിറക്കും. പ്രിയമുള്ളവരെ, മനുഷ്യബന്ധങ്ങൾക്കിടയിൽ നിറഞ്ഞ സ്നേഹമുണ്ടാവാൻ, ഇണക്കമുണ്ടാവാൻ, സ്നേഹം പങ്കുവെക്കാൻ ദീന് നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകളിലൊന്നാണ് പരസ്പരം സമ്മാനങ്ങൾ കൈമാറിക്കൊണ്ട് സ്നേഹിക്കുക എന്നുള്ളത്. ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്കും, മക്കൾ മാതാപിതാക്കൾക്കും, മാതാപിതാക്കൾ മക്കൾക്കും, ജ്യേഷ്ഠൻ അനിയനും, അനിയന് ജ്യേഷ്ഠനും, സഹോദരി സഹോദരനും, സഹോദരൻ സഹോദരിക്കും, കൂട്ടുകാർ പരസ്പരവും, അമ്മായിമ്മ മരുമകൾക്കും, മരുമകൾ അമ്മായിമാക്കും, ഇങ്ങനെ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്ന സാഹചര്യമുണ്ടെങ്കിൽ, അവസ്ഥയുണ്ടെങ്കിൽ അവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറഞ്ഞ സ്നേഹമുണ്ടാക്കും. അവർക്കിടയിലെ വിദ്വേഷവും പകയുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെയാക്കും. നമ്മൾ സാധാരണ മറ്റുള്ളവർക്ക് ദാനം നൽകാറുണ്ട്, അതുപോലെ സമ്മാനവും നൽകാറുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സ്വതക്ക, ദാനം എന്നൊക്കെ പറയുന്നത് അള്ളാഹുമായി എടുക്കാൻ ഒരാരാധന എന്ന നിലയിൽ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നതാണ്. എന്നാൽ സമ്മാനം എന്ന് പറയുന്നത് നമ്മൾ ആ ആളെ, നമ്മൾ കൊടുക്കുന്ന, സമ്മാനം കൊടുക്കുന്നയാളോടുള്ള സ്നേഹം, അയാളോടുള്ള അടുപ്പം കാണിക്കാനാണ്. അതുകൊണ്ട് തന്നെ ദാനം നൽകിയാൽ സ്വീകരിക്കാത്ത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും സമ്മാനങ്ങൾ നൽകിയാൽ സന്തോഷത്തോടെ, സ്നേഹത്തോടെ സ്വീകരിക്കുമായിരുന്നു. സ്വീകരിക്കുക മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്, മറ്റുള്ളവർക്ക് അങ്ങോട്ട് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. എവിടെയോ കേട്ടുപോയ, എനിക്കേറെ ഹൃദ്യമായി തോന്നിയ ഒരു സമ്മാനത്തിൻ്റെ കഥയുണ്ട്. ഒരാഘോഷ ദിവസത്തിൽ ഭാര്യ ആഗ്രഹിക്കുകയാണ് ഭർത്താവിന് എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കൊടുക്കണമെന്ന്. ഭർത്താവിന് ആഗ്രഹമുണ്ട് ഭാര്യയ്ക്ക് എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കൊടുക്കണമെന്ന്. എന്നാൽ രണ്ടാളുടെ കയ്യിലും പൈസയില്ല. അപ്പോൾ ഭർത്താവിൻ്റെ കയ്യിലെ വാച്ചിൻ്റെ സ്ട്രാപ്പ് കേടുവന്ന് കിടക്കാൻ ഭാര്യ തീരുമാനിച്ചു, ഭർത്താവിൻ്റെ ആ വാച്ചിൻ്റെ സ്ട്രാപ്പ് സമ്മാനമായി വാങ്ങിക്കൊടുക്കാം, അദ്ദേഹത്തിന് ആ വാച്ച് കെട്ടി നടക്കാലോ. അതിനുവേണ്ടി അവൾ അവളുടെ സ്വർണ്ണ തലമുടി മുറിച്ച് വിറ്റ് അതുകൊണ്ട് കിട്ടിയ പൈസക്ക് വാച്ചിൻ്റെ സ്ട്രാപ്പ് വാങ്ങി ഒരു ചെറിയ പെട്ടിയിലാക്കി ഭർത്താവിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് അവൾ പറഞ്ഞു, ഇത് ഈ ആഘോഷ ദിവസത്തിൽ എൻ്റെ നിങ്ങൾക്കുള്ള സമ്മാനമാണ്. അപ്പോൾ ഭർത്താവ് ആ പെട്ടി തുറന്ന് ആ വാച്ചിൻ്റെ സ്ട്രാപ്പ് കണ്ട് നെട്ടിപ്പോയി. അദ്ദേഹം നെട്ടാനുള്ള കാരണം, ആ വാച്ച് അദ്ദേഹം വിറ്റിട്ടുണ്ട്. അത് വിറ്റ് തൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായി അദ്ദേഹം വാങ്ങിയത് അവളുടെ മുടിയിൽ ചൂടാനുള്ള മനോഹരമായ ക്ലിപ്പാണ്. വാച്ചിന് സ്ട്രാപ്പും ഉപകാരപ്പെട്ടില്ല, മുടി മുറിച്ചതുകൊണ്ട് മുടിക്ക് ക്ലിപ്പും. എങ്കിലും അവരുടെ ഉള്ളിലെ സ്നേഹം അവർക്ക് തിരിച്ചറിയാനായി. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന് പറഞ്ഞാണ് കഥ അവസാനിക്കുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യബന്ധങ്ങൾക്കിടയിൽ നിറഞ്ഞ സ്നേഹമുണ്ടാവാൻ അള്ളാഹുവിൻ്റെ ദീന് നമ്മളെ പഠിപ്പിക്കുന്ന ഈ നന്മ നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കാൻ, സ്നേഹോഷ്മളമാക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.